സാർ, എനിക്കൊരു കറണ്ട് ബില്ല് കിട്ടിയിട്ടുണ്ട്. ഒരു ചേട്ടൻ മീറ്റർ നോക്കിയിട്ട് കാശ് എഴുതി. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന കറണ്ട് എത്രയാണ് സാർ? അതിനൊരു വഴിയുണ്ട്, ഇരിക്കും പറഞ്ഞുതരാം. മോനെ, 46,418 രൂപ ഈ സ്കൂളിലുള്ള എല്ലാവരും ഉപയോഗിച്ച കറണ്ടാണ് അല്ലേ? നീ ഉപയോഗിച്ച കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ സ്കൂളിൽ എത്ര പേരുണ്ടെന്ന് അറിയണം. എത്ര പേരുണ്ട് സാർ? ഞങ്ങൾ കുട്ടികൾ 171 പേര്, പിന്നെ ഇവിടെ കുറെ ആൾക്കാർ 30 പേരുണ്ട്. നമ്മുടെ ഇവിടെ 29 പേരുണ്ട്. അങ്ങനെ മൊത്തം 200 പേരാണ് നമ്മുടെ സ്കൂളിലുള്ളത്. എങ്കിൽ ഒരാൾ ഉപയോഗിച്ച കറണ്ട് കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു തരട്ടെ? നോക്കിക്കോ നിഖിലേഷേ, 171 കുട്ടികളുണ്ടെന്നല്ലേ പറഞ്ഞേ? നിങ്ങളെ നോക്കാനും ഞങ്ങൾ ടീച്ചർമാരെല്ലാരും കൂടി ഇവിടെ താമസിക്കുന്നവര് 29 പേരുണ്ട്. അപ്പൊ മൊത്തം എത്ര പേരെ ഇവിടെ താമസിക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കാം? കൂട്ടണം. നിഖിലേഷേ, നമ്മളിപ്പോ നമ്മുടെ സ്കൂളില് 200 പേര് മൊത്തം താമസിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു. 200 പേരും കൂടി ഉപയോഗിച്ച കറണ്ടിന്റെ ബില്ലാണ് 46,418 രൂപ. എങ്കിൽ ഒരാൾ ഉപയോഗിച്ച കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? 418 രൂപയെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സാർ, 200 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്? അതിനൊരു ഈസി വേ ഉണ്ടല്ലേ? മിടുക്കൻ. ആ ഈസി വേ എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റും? ഓക്കെ സാർ, ഞാൻ പറഞ്ഞു തരാം. ഈ നമ്പറിന്റെ പകുതി കണ്ടിട്ട് അതിന്റെ 2 സ്ഥാനം എനിക്ക് കുത്തിയിട്ടാ പോരും സാർ. നിഖിലേഷേ, വളരെ വേഗം കണ്ടുപിടിച്ചു. മിടുക്കൻ. എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ കാണുന്നത്. നീ എന്നോട് എന്താ ചോദിച്ചത്? ഒരു മാസം ഒരാള് എത്ര രൂപയ്ക്ക് കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്? 232 രൂപ 909 പൈസ അത്രയും കറണ്ട് ഒരാള് ഒരു മാസം ഉപയോഗിക്കുന്നുണ്ട്. എന്നാ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഒരാള് ഒരു ദിവസം എത്ര രൂപയുടെ കറണ്ട് ഉപയോഗിക്കുന്നുണ്ടാവും? അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഒക്ടോബർ മാസത്തിലെ ബില്ലാണല്ലേ സാർ? ഇതിന് ഒക്ടോബർ മാസത്തിലുള്ള എത്ര ദിവസമുണ്ട് അതിനെ വെച്ച് ഇത് ഡിവൈഡ് ചെയ്യുന്നു. നീ പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ എത്ര ദിവസമുണ്ട്? 30 31 ഒരു സംശയം. അത് ഓർത്ത് വെക്കാൻ ഞാനൊരു കിടിലൻ ട്രിക്ക് പറഞ്ഞു തരട്ടെ? ശ്രദ്ധിച്ചോട്ടോ. ഞാനൊരു കോഡ് പറഞ്ഞുതരാം, ഓർത്ത് വെക്കണേ. നമ്മൾ കഴിക്കുന്ന 2 സാധനങ്ങളാണ് ഊണും ആപ്പിളും. നവമിക്ക് സെപ്റ്റിക്കായി. ഈ എഴുതിയതിന് വലിയ ലോജിക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് ഓർത്ത് വെക്കാൻ നല്ല എളുപ്പമാണ്. ഇത് ഓർത്ത് വെച്ചാൽ ഒരുപാട് ഗുണമുണ്ട്. ഇനി PSC എക്സാം ഒക്കെ എഴുതുമ്പോൾ ഈ സാധനം എന്തായാലും ഉപകാരപ്പെടും. ഊണും എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും മാസം ഉണ്ടോ? ജൂൺ. വെരി ഗുഡ്. ഊണ് എന്ന് വെച്ചാൽ ജൂണ്. ആപ്പിൾ എന്ന് പറയുന്നത് പോലെ ഏപ്രിൽ. നവ വെച്ച് തുടങ്ങുന്ന ഏതെങ്കിലും മാസം? നവംബർ. സെപ്റ്റ് എന്ന് പറഞ്ഞ തുടങ്ങുന്ന ഏതെങ്കിലും മാസം? സെപ്റ്റംബർ. ഈ 4 മാസങ്ങളിലെ 30 ദിവസങ്ങളുണ്ട്. ഫെബ്രുവരി ഒഴികെ ബാക്കി എല്ലാ മാസങ്ങളിലും 31 ദിവസമാണ്. നീ മറക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിഖിലേഷേ, ഒക്ടോബറില് എത്ര ദിവസമുണ്ട്? 31. നിഖിലേഷേ, അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. 232.09 ഒക്ടോബറിൽ എത്ര ദിവസമുണ്ട്? 31 ദിവസമുണ്ട്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം ഞാൻ പറയാം കേട്ടോ. 232നെ 232.09 31 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 7.48 സംതിങ് ആയി. ഏകദേശം 7 രൂപ 50 പൈസയുടെ കറണ്ടാണ് നിഖിലേഷ് മാത്രം ഒരു ദിവസം ഉപയോഗിക്കും. അങ്ങനെ 200 പേര് ഉപയോഗിക്കുന്നുണ്ട്. നീ മിടുക്കനാണോ? സൂപ്പർ.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.